ആഹാരം, ഉറക്കം, വെള്ളം, വിശ്രമം. അതേപോലെ തന്നെ മനുഷ്യന്മാർക്ക് വേണ്ട ഒരു കാര്യം കൂടിയാണ് സെക്സ് എന്ന് പറയുന്നത്. ഒരു നല്ല സെക്സുള്ള ഒരു മനുഷ്യന് നല്ലൊരു ജീവിതം ഉണ്ടാകും. പക്ഷേ എല്ലാ ആൾക്കാരും സെക്സ് എന്ന് വിചാരിക്കുമ്പോൾ ജസ്റ്റ് ഇൻ്റർകോഴ്സ് മാത്രമായിട്ടാണ് നാളിതുവരെ കരുതി വച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചില ആധ്യാത്മിക മത ഭാഗങ്ങൾ അല്ലെങ്കിൽ ആചാര്യന്മാരൊക്കെ തന്നെ സെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സന്താന ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ പ്രക്രിയ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് തികച്ചും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള, അതായത് രണ്ട് അപരിചിതരായിരിക്കുന്ന വ്യക്തികൾ, രണ്ട് സൗഹൃദത്തിനിടയിലുള്ള, രണ്ട് റിലേഷൻഷിപ്പിനിടയിലുള്ള ഏറ്റവും മനോഹരമായിരിക്കുന്ന ഒരവസ്ഥയാണ് സെക്സ് എന്ന് പറയുന്നത്. ഒരു ബന്ധത്തെ, അത് ഭാര്യാഭർത്തൃ ബന്ധം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഒരു ഗോത്ര സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഭാര്യാഭർത്തൃ രംഗങ്ങൾ വന്നിരിക്കുന്നത്. ഒരു ഗോത്ര സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ വന്നിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് പാർട്ട്ണർഷിപ്പ്, ഇപ്പോൾ അതൊരു മോഡേൺ സെൻസിൽ എടുക്കുമ്പം ഒരു ഫ്രണ്ട്ഷിപ്പ്, ഇതിനെ കൂടുതൽ ഊഷ്മളമാക്കുന്നതും കൂടുതൽ ലാസ്റ്റ് ചെയ്യിപ്പിക്കുന്നതും കൂടുതൽ കണക്റ്റ് ചെയ്യിപ്പിക്കുന്നതും ഒക്കെ തന്നെ സെക്സാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബന്ധത്തിനകത്തും സെക്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല.